നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്തുള്ള വരിക്കടവ് മരുതയിലാണ്. അതായത് KGF വെല്ലുന്ന കേരളത്തിലെ സ്വർണ്ണം അരിച്ചെടുക്കപ്പെടുന്ന സ്ഥലം. വരൂ, നമുക്ക് ചോദിച്ചറിയാം ഇവിടുത്തെ സ്വർണ്ണനിധിയെക്കുറിച്ച്. കാലങ്ങളായി സ്വർണ്ണഖനനം തേടിയുള്ള യാത്രകൾ മനുഷ്യ ചരിത്രത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. കർണാടകയിലെ കോളാർ ഗോൾഡ് ഫീൽഡ് അഥവാ KGF ആണ് സ്വർണ്ണഖനനത്തിന് ഏറ്റവും പ്രശസ്തമായ സ്ഥലം. എന്നാൽ ഇവിടെ കേരളത്തിൽ KGF ഉള്ളതിനേക്കാളും സ്വർണം സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഇവിടുത്തെ നദികൾ പോലും സ്വർണം ഒഴുകിക്കൊണ്ടു പോകുന്നതായിരുന്നു. നിലമ്പൂരിലെ പ്രധാന നദിയായ ചാലിയാറിലും പോഷക നദിയായ പുന്നപ്പുഴ, മരുതപ്പുഴ എന്നിവിടങ്ങളിൽ നിന്നും കാലങ്ങളായി ആളുകൾ സ്വർണം അരിച്ചെടുത്ത് ജീവിക്കുന്നുണ്ട്. ഈ പുഴകളിലേക്ക് സ്വർണം എത്തുന്നത് എവിടെ നിന്നാണ്? ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഒട്ടേറെ ചരിത്രവും അതുപോലെ തന്നെ കൗതുകവും ഇടകലർന്ന വിശേഷങ്ങളാണ് ഇവിടെയുള്ളത്. ഇത് രാവിലെ ഞങ്ങൾ കാലങ്ങളിൽ 8 മണിക്ക് ഇറങ്ങും. വൈകിട്ട് 5 മണി വരെ നമ്മൾ ഈ പൊതുവേലത്ത് പണിയെടുക്കുന്നു. അത് തുച്ഛമായൊരു പ്രതിഫലം കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വൈകുന്നേരം വരെ ഈ പെരുവേലത്ത് ഞങ്ങൾ അധ്വാനിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് തുച്ഛമായൊരു സംഖ്യ, അതായത് 800 രൂപ ഞങ്ങൾ പ്രതിഫലമായിട്ട് കൊണ്ട് കിട്ടുന്നുണ്ട്. 1826 ആൻസലിയും സംഘവും നടത്തിയ സർവേയിൽ മലബാറിലെ നീലഗിരി, നിലമ്പൂർ ഭാഗങ്ങളിൽ സ്വർണ്ണ നിക്ഷേപം ഉണ്ട് എന്ന ആദ്യ സൂചനകൾ ലഭിച്ചു. ബ്രിട്ടീഷുകാരാണ് ഇവർ. ഈ സർവേക്ക് ശേഷം തുടർച്ചയായ നിരവധി പരിശോധനകൾ നിലമ്പൂർ, വയനാട്, നീലഗിരി ഭാഗങ്ങളിൽ നടന്നു. ഈ പരിശോധനകളിലൂടെയാണ് നിലമ്പൂർ വയനാട് ഗോൾഡ് ഫീൽഡ് കണ്ടെത്തുന്നത്. ഇന്നത്തെ വയനാട് ജില്ലയുടെ ഭാഗമായ മേപ്പാടി, മലയോര പ്രദേശങ്ങൾ, തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ചേരമ്പാടി പ്രദേശം, പന്തല്ലൂർ, തേവാല തുടങ്ങിയ സ്ഥലങ്ങൾ, ഇന്നത്തെ മലപ്പുറം ജില്ലയുടെ ഭാഗമായ നിലമ്പൂരിലെ മുണ്ടേരി അടക്കമുള്ള പ്രദേശങ്ങൾ ചേരുന്നതായിരുന്നു നിലമ്പൂർ വയനാട് ഗോൾഡ് ഫീൽഡ്. ഇത് ഞങ്ങൾ മണൽ വാരിയിട്ട് അരിച്ചെടുത്ത് സ്വർണം കിട്ടി. പിന്നെ മെർക്കുറി ചേർത്ത് ഇത് വൈറ്റ് കളറായി. ഇനി നമ്മൾ തുണിയിൽ പൊതിഞ്ഞിട്ട് ലൈറ്റിന് കത്തിക്കും. ലൈറ്ററിന് സ്വർണത്തിന്റെ കടയിൽ കൊണ്ടു കൊടുക്കും അല്ലേ? എന്നിട്ട് ലൈറ്ററിന് കത്തിക്കും. അപ്പൊ അത് ഒറിജിനൽ സ്വർണ്ണ കളറാവും. തങ്കാവും. ഇത് രാവിലെ മുതൽ 8 മണിക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ വൈകുന്നേരം 4 മണിയാകുമ്പോൾ ഇത് കിട്ടുന്നത്. ഇത്രയും കിട്ടുന്നല്ലേ? ഇതിപ്പോ ഏകദേശം എത്ര മില്ലി ഉണ്ടാവും നമുക്ക്? അത് 200 മില്ലി ഉണ്ടാവും. കഷ്ടി അല്ലേ? പണ്ട് ചാലിയാതീരത്തിൻ്റെ അടുത്തുള്ള നിവാസികൾ, ജനങ്ങളെ പിന്നെ എല്ലാവരും ഈ മണൽ വാരി സ്വർണ്ണം അരിച്ചെടുക്കുന്ന ഒരു ചില രൂപത്തിലുള്ള ഒരു പരിപാടിയൊക്കെ അങ്ങനെ ജീവിച്ചിരുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് ഇപ്പോൾ ഗവൺമെൻറ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ജനങ്ങൾക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ പിന്നെ ഇവിടെ മറ്റുള്ള എല്ലാ ജനങ്ങൾക്ക്, നിവാസികൾക്കും ഇപ്പോൾ വളരെ കഷ്ടത്തിലാണ് ഇപ്പോൾ ജീവിതം. അതിപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പിന്നെ കംപ്ലീറ്റ് കിട്ടുന്നത് കടകണ്ണ സിനിമ ഉണ്ട്. ആ സിനിമ കണ്ട അതിൽ എല്ലാവിധ ഡീറ്റെയിൽസുകളും പിന്നെ കടകണ്ണ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. 1826 സർവേക്ക് ശേഷം നിക്കോൾസൺ, സ്മിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ഈ മലയോര പ്രദേശങ്ങളിൽ വിശദമായ പഠനങ്ങൾ നടന്നു. ഗോൾഡ് ഫീൽഡിനെ ബ്രിട്ടീഷുകാർ 2ആയി തരംതിരിച്ചിരുന്നു. നീലഗിരി, വയനാട് പ്രദേശത്തെ വയനാട് ഗോൾഡ് ഫീൽഡ് എന്നും ഇന്നത്തെ മലപ്പുറം ജില്ലയുടെ ഭാഗങ്ങളെ നിലമ്പൂർ ഗോൾഡ് ഫീൽഡ് എന്നുമാണ് അവർ വിളിച്ചിരുന്നത്. അതിൻ്റെ കേന്ദ്രം തേവാല എന്ന പ്രദേശമായിരുന്നു. പന്തല്ലൂർ, ചേരമ്പാടി, മുണ്ടേരി, മരുത തുടങ്ങിയ പ്രദേശങ്ങളായിരുന്നു പ്രധാന കേന്ദ്രങ്ങൾ. ചാലിയാർ തീരങ്ങളിലെ സ്വർണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ളത് തമിഴ്നാട്ടിലെ നീലഗിരിയുമായി അതിർത്തി പങ്കിടുന്ന വഴിക്കടവിലെ മരുതയിലാണ് എന്നും വാദമുണ്ട്.